നമസ്കാരം മക്കളെ. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈമിലെ പോർഷൻ എല്ലാം പഠിച്ചു തീർന്ന് നമ്മൾ ഫസ്റ്റ് ടൈമിലെ പരീക്ഷ അടുത്തു വരികയാണ്. കൊറോണ കാരണം കഴിഞ്ഞ 2-3 വർഷക്കാലമായി നമ്മൾ പരീക്ഷ നടത്താതിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ അവസാനമായി നടന്ന ഫസ്റ്റ് ടൈമിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് എല്ലാവരും പഠിച്ച് നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാനാകും. ഒപ്പം തന്നെ ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ശരി കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. എല്ലാവരും അഭിപ്രായങ്ങൾ ശരി നല്ലതായാലും മോശമായാലും എഴുതാൻ മടിക്കരുത്, എഴുതണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയുടെ 2018-19 വർഷത്തിൽ നടന്ന ഫസ്റ്റ് ടേമിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 2 മണിക്കൂറിനാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉള്ള സമയം, അത്രയും പരീക്ഷയ്ക്ക് എഴുതാനുള്ള സമയം. അപ്പം അതിലെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 15 മിനിറ്റ് നേരം നമുക്ക് കൂൾ ഓഫ് ടൈമാണ്. അത് കഴിഞ്ഞ് 1 മുതൽ 5 വരെയുള്ള പാർട്ടുകൾ എല്ലാത്തിനും നമ്മൾ 4 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതണം. എന്നാൽ 6ാമത്തെ പാർട്ടിലുള്ള ചോദ്യങ്ങൾ എല്ലാം ഉത്തരം എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 1 ഒരു സൂചന പറഞ്ഞിരിക്കുന്നു. കവിതാംശ പഠയും ഓർ അനുബന്ധ പ്രശ്നവും കെ ഉത്തർ ലിഖേ. കവിത പഠിച്ചിട്ട് വായിച്ചിട്ട് അതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന പാസേജ് നന്നായി വായിക്കണം. വായിച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ആ അക്ഷരത്തെറ്റൊന്നും കൂടാതെ നമ്മൾ ആ ഭാഗം വായിച്ച് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി കൃത്യമായി എഴുതിയാൽ മതി. നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാദ്യം കൊടുത്തിരിക്കുന്നത് ഒരു കവിതാഭാഗമാണ്. ആ കവിതാഭാഗം നമ്മൾ നന്നായി വായിച്ചു നോക്കണം. ഹരി ഡാല് പെർ ലഗി ഹുയി ഥി നന്നീം സുന്ദർ ഏക് കലി തിതലി ഉസ്സേ ആകർ ബോലി തും ലഗ്തി ഹോ ബഡി ഭോലി अब जागो तुम आंखें खोलो और खोलो हमारे और खेलो हमारे संग. അപ്പോൾ ഈ കവിത നമ്മൾ 1-2 തവണ വായിച്ചു നോക്കണം. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കിവിടെ അവിടെ പ്രയാസമുള്ള വാക്കുകളുടെ 1-2-3 വാക്കുകളുടെ അർത്ഥം അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ചു നോക്കി ഈ കവിതയുടെ ആശയം നമ്മൾ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ടൊന്ന് വായിച്ചു നോക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അടുത്ത ചോദ്യം നമ്മൾ നോക്കണം. അപ്പം അതിലെ 1ാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് തിത്തലിക്കോ കലി കൈസേ ലക്തിഹേ. ഈ തിത്തലി ചിത്രശലഭത്തിന് പൂമുട്ടിനെ എങ്ങനെയാണ് തോന്നിയത് അതാണ്. അപ്പം നമ്മൾ ആ വരികൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ 2ാമത്തെ വരിയും 3ാമത്തെ വരിയും 4ാമത്തെ വരിയും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്താ പറയുന്നത്? തിത്തലി ഉസുസേയാക്കർ ബോലി. ഈ ചിത്രശലഭം അതിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്താണ്? തും ലഗ്തി ഹോ ബഡി ഭോലി. നിന്നെ ഒരു വളരെ ആ ഭോലി എന്നുള്ളതിന്റെ അർത്ഥം അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, നിഷ്കളങ്ക. നിന്നെ ഒരു നിഷ്കളങ്കയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യം ഇതാണ്, തിത്തലിക്കോ കലി കൈസേ ലഗ്തിഹെ. തിത്തലിക്ക് ആ പൂമുട്ടിനെ എങ്ങനെയാണ് തോന്നിയത്? അപ്പൊ നമുക്ക് ഉത്തരം അതിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ. ഭോലി, 3ാമത് കൊടുത്തിരിക്കുന്ന ഭോലിയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇത് ഇപ്രകാരം നമ്മൾ ഉത്തരങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചെഴുതാൻ ശ്രമിക്കണം. അടുത്ത എന്താ പറഞ്ഞത്? കവിതാംശ കേലിയെ ഉചിത ശീർഷക് ദേ. അതിന് ഉചിതമായ ഒരു തലക്കെട്ട്, ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹെഡിങ് നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ഉചിതമായി ആശയം പൊന്തി വരുന്ന എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ആ തോന്നുന്ന ആ ഒരു തരത്തിലുള്ള ഉത്തരം എഴുതിയാൽ മതി. അത് മിക്കവാറും ഒക്കെ ശരിയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് കവിതാക്ക ആശയ ലിഖേ. അടുത്ത ചോദ്യം കവിതയുടെ ആശയം എഴുതുക എന്നുള്ളതാണ്. നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെയുള്ള ചോദ്യമൊക്കെ എഴുതുമ്പോൾ അതിന് കവിതയുടെ പേരും ഒക്കെ എഴുതണം. ചിലപ്പോൾ ചോദിക്കുന്നത് കവിത പർ ടിപ്പണിയിലേക്ക് എന്നായിരിക്കും. ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് മറ്റ് ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്നത്. അപ്പം നമുക്ക് അത്രയൊന്നുമില്ല. നമുക്ക് കവിതയുടെ ആശയം മാത്രം എഴുതിയാൽ മതി. അതുകൊണ്ട് ഈ കവിതയുടെ
ആശയം നമ്മൾ ഓരോ വരി മനസ്സിലാക്കി ഇതിനെ നമ്മൾ ഗദ്യരൂപത്തിൽ വന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കി നമ്മൾ ഉചിതമായി എഴുതിയാൽ മതി. നല്ല ഭാഷയിൽ എഴുതിയാൽ മതി. നമ്മൾ ഇതിനകത്ത് തന്നെ മിക്കവാറും ഒക്കെ ചില ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ ചേർക്കേണ്ടി വരും. ചേർക്കുമ്പോൾ നമുക്കത് കൃത്യമായി എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിതൊന്ന് പറയാം. ആദ്യത്തെ 2 വരി നമ്മളൊന്ന് വായിച്ചു നോക്കുന്നു. ഹരി ഡാലിപ്പർ ലഗി ഹുയിധി. പച്ചപ്പുള്ള ആ ഡാലില്, ആ കൊമ്പില് ഒരു എന്താണ് കാണാൻ കഴിഞ്ഞത്? നന്നി സുന്ദരി ഏക്ക് കലി. ഒരു ചെറിയ പൂമൊട്ടിനെ നമുക്ക് ആ ചില്ലയിൽ കാണാൻ പറ്റി. ചെടിയുടെ ചില്ലയിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതിനെ നമ്മൾ പദ്യത്തിൽ അങ്ങനെ തന്നിരിക്കുന്നെങ്കിലും ഗദ്യത്തിൽ എങ്ങനെ പറയണം? ഏക്ക് രണ്ടാമത്തെ വരിയിൽ നിന്ന് നമ്മൾ അടിക്കുന്ന അങ്ങോട്ട് തുടങ്ങണം. ഏക്ക് സുന്ദർ നന്നി കലി. ആ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സുന്ദരമായ ചെറിയ പൂമൊട്ട് എവിടെ കണ്ടു? ഹരി ഡാൽ പർ ലഗി ഹുയി. അങ്ങനെ എഴുതിയാൽ മതി. ലഗി ഹുയി ധി. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ഒന്ന് വിശ്ലേഷിച്ച് എഴുതുമ്പോൾ അതിന്റെ അർത്ഥമായി, നമുക്ക് പൂർണ്ണമായ മാർക്കായി. അതുപോലെ താഴോട്ടുള്ള വരികൾ നമ്മൾ എഴുതണം. നമുക്ക് അടുത്ത വരി നോക്കാം. തിത്തലി ഉസുസേ ആക്കർ ബോലി. എന്താണ്? ചിത്രശലഭം അതിനടുത്ത് വന്ന് പറഞ്ഞു. അതിനെങ്ങനെ പറയാം നമുക്ക്? ഉസുസേ അതിനോട്, തിത്തലി ആക്കർ തിത്തലി വന്നിട്ട് ബോലി പറഞ്ഞു. എന്താ പറഞ്ഞത്? തും ലക്തി ഹോ ബഡി ഭോലി. നിന്നെ വളരെ നിഷ്കളങ്കയായി കാണുന്നു. അതെങ്ങനെ പറയാം? തും ലക്തി ഹോ, നിന്നെ കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നു? ബഡി ഭോലി. അതിന് നമുക്ക് എങ്ങനെ പറയാം? തും നിന്നെ, തുംകോ നിന്നെ, ബഡി ഭോലി ലക്തി ഹോ, നിന്നെ ഒരു നിഷ്കളങ്കയായി കാണുന്നു. അടുത്ത വരി പറയുന്നത് എന്താ? അബ് ജാഗോ, ഇപ്പൊ നീ ഉണരൂ. തും ആംഖേം കോലോ, നീ നിന്റെ കണ്ണുകളൊക്കെ തുറക്കൂ. അവർ ഖേലോ ഹമാരേ സംഗ്, നീ എന്നിട്ട് ഞങ്ങളോടൊപ്പം കളിക്കാൻ വരൂ. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഗതിരൂപത്തിൽ എഴുതാം? എന്തിനു വേണ്ടിയാണ് അത് ഉണരാനും കണ്ണു തുറക്കാനും പറയുന്നത്? നമ്മളോടൊപ്പം കളിക്കാൻ വരാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? തും ഹമാരേ സംഗമേം ഖേൽനെ കേലിയേ, നീ ഞങ്ങളോടൊപ്പം കളിക്കുന്നതിന് വേണ്ടി അബ് ജാഗോ ഔർ ആംഖേം കേലോ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ അതിന്റെ ആശയമായി. അപ്പൊ ഇത്തരത്തിൽ വേണം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ശരി നമുക്ക് ഇതുപോലെ എഴുതാം. അപ്പൊ എഴുതുമ്പോൾ അതിന്റെ പൂർണ്ണമായ മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഞാനിത് ഇത്ര വിശദമായി പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ മോഡല് കണ്ട് എഴുതുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി സമയം പോയാലും നിങ്ങളത് കൃത്യമായി ശ്രദ്ധിച്ച് ഇത് കേട്ട് ഇത് മനസ്സിലാക്കി എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അടുത്ത നോക്കാം. രണ്ടാമത്തെ ഗതിവിധി പറയുന്ന എന്താണ്? പാർട്ട് 2 പറയുന്നത് ഒരു സമാചാർ പഠേം ഔർ അനുബന്ധ പ്രശ്നവും കെ ഉത്തർ ലിഖേ. ഈ തന്നിരിക്കുന്ന വാർത്ത വായിക്കുക, എന്നിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിന്റെ ഹെഡിങ് നോക്കൂ. ബച്ചേ പഠേങ്കെ പ്രകൃതി കെ സംഘ്. കുട്ടികൾ പ്രകൃതിയോടൊപ്പം ചേർന്ന് പഠിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാർത്തയാണ്. അരിപ്പ ആ സ്ഥലപ്പേരാണ്. അവിടെ നടക്കുന്ന വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സർക്കാരി UP സ്കൂൾ അരിപ്പ കെ ബച്ചേ അബ് പ്രകൃതി സേ ദൂർ നഹീം. അരിപ്പ സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് വളരെ അകലെയല്ല. സ്കൂൾ കെ ബച്ചോ അവർ അധ്യാപകവും കെ പരിശ്രമസേ, സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരിശ്രമത്തിൽ നയാ ജൈവ വിവിധത ഉദ്യാൻ ബനാഹേ, ഒരു പുതിയ പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. 16 സിതംബർ 2018 को 16 സെപ്റ്റംബർ 2018 പഞ്ചായത്ത് ക മാനനീയ അധ്യക്ഷൻ, പഞ്ചായത്തിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ഉദ്യാന ക ഉദ്ഘാടൻ കരേഗെ, അതിന്റെ ഉദ്ഘാടനം ചെയ്യും. ഹം ഇസ് അവസർ പർ, ഈ സമയത്ത് പര്യാവരൺ സംരക്ഷൺ സംബന്ധി ഫിലിം കോ, പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഫിലിം കി പ്രദർശിനി ഭി ഹോഗി, ഒരു സിനിമാ പ്രദർശനവും ഉണ്ടായിരിക്കും. ഇവിടെ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജൈവ വിവിധത ഉദ്യാന ക ഉദ്ഘാടൻ കബ് ഹോഗ, എപ്പോഴാണ് നടക്കുന്നത്? അത് നമ്മൾ ചോദ്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. 16 സെപ്റ്റംബർ 2018.
അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഈ ഭാഗത്ത് തന്നെ കാണും. അത് നോക്കി അക്ഷരത്തെറ്റ് കൂടാതെ നമ്മൾ നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. അടുത്തത് പറയുന്നത് വിവിധത ഉദ്യാനക്ക് ഉദ്ഘാടന സമാരോഹക്കേലിയെ, ഈ ഉദ്ഘാടന ഉത്സവത്തോടനുബന്ധിച്ച് അതിന്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഹിന്ദി ഭാഷയിലെ നമ്മുടെ കഴിവ് പരിശോധിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സന്ദർഭം, വിഷയം എന്നിവ ശരിയായി മനസ്സിലാക്കി വേണം നമ്മൾ തയ്യാറാക്കാൻ. ചിത്രങ്ങളൊന്നും വരയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിനും അല്ലെങ്കിൽ പ്രത്യേക സന്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് ഈ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇത് എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വെച്ചുകൊണ്ട് ഒരു ഫുൾ പേജിൽ വേണം ഇത് വരയ്ക്കാൻ. അതായത് ഒരു പേജിന്റെ 2 പേജിലായിട്ട് ഈ പോസ്റ്റർ വരയ്ക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ പോസ്റ്റർ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പേജിനകത്ത് തന്നെ നിൽക്കത്തക്ക തരത്തിൽ, അതായത് മറുഭാഗത്തേക്ക് പോകാത്ത തരത്തിൽ നമ്മൾ അത്രയും സ്ഥലം കണ്ടെത്തി വേണം കാര്യങ്ങൾ എഴുതാൻ. എന്നിട്ട് നല്ല ബോർഡറൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് അതിന് കിട്ടും. അടുത്ത ഗതിവിധി 3 പാർട്ട് 3 പറയുന്നത് ഒരു കുറെ ബിന്ദുക്കൾ വന്നിരിക്കുന്നു. ബിന്ദുവോങ്കി ആധാർ പർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. താഴെ കൊടുത്തിരിക്കുന്ന ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ശരിയായി നമ്മൾ താപ്പോട്ടുള്ള ചോദ്യങ്ങൾ എഴുതുക. അപ്പൊ അതില് ആദ്യത്തെ ചോദ്യം എന്താണ്? സഹി പ്രസ്താവ ചുൻകർ ലിഖി, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. അതില് പേട് ഹേത്തോ ഗർമി ഹേ, വൃക്ഷം കൊണ്ട് നമുക്ക് ചൂടുണ്ടാകുന്നു. പേട് ഹേത്തോ ബാരിഷ് ഹേ, വൃക്ഷങ്ങൾ കൊണ്ട് നമുക്ക് മഴയുണ്ടാകുന്നു. അപ്പൊ അതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ അതാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം പേടോംകോ ബച്ചാനേക്ക് ആവശ്യകത, വൃക്ഷങ്ങളെ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യം. പക്ഷേ ഇപ്പൊ ലേഖ് ലിഖേ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ലേഖനം തയ്യാറാക്കുക. അപ്പൊ ആ ബിന്ദുക്കളെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം. പേട് ലഗാന, വൃക്ഷം വയ്ക്കുക. ഹരിയാലി, പച്ചപ്പ്. സ്വച്ഛ ഹവ, നല്ല വായു. ടണ്ടി ചായ, തണുത്ത ശീതളമായ ചായ. പിന്നെ അതുപോലെ ബാരിഷ്, മഴ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതിനെ ആസ്പദമാക്കി നമ്മൾ ഓരോ സെന്റൻസ് നമ്മൾ തയ്യാറാക്കണം. അടുത്ത ഗതിവിധി 4 അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന അതിൽ ഒരു പാസേജ് വന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരം എഴുതുക. പാസേജ് വായിക്കാം. ഈദ് കാ ദിൻ, ഈദ് ദിവസമാണ്. സലീംനെ ദോസ്തോങ്കോ ദാവത്ത് പർ ബുലായ, സലീം തന്റെ കൂട്ടുകാരെ എല്ലാരെയും വിരുന്നിനായി വിളിച്ചു. ജോസഫ്, റാണി, സബി ദോസ്ത് ഉപഹാറിലായി. റാണിയും ജോസഫ്, റാണി, മുനീർ തുടങ്ങിയ എല്ലാവരും അവർക്ക് ഉപഹാരവുമായി, ദോസ്തുക്കൾ എല്ലാവരും സമ്മാനങ്ങളുമായി വന്നു. സലീം കി മാം, സലീമിന്റെ അമ്മ, സബ്കോ മിഠായി ദി, എല്ലാവർക്കും മധുര പലഹാരങ്ങൾ കൊടുത്തു. ലേക്കിൻ അനിൽ നഹിയായ, എന്നാൽ അനിൽ മാത്രം വന്നില്ല. സലീംകോ ബഹുത്ത് ദുഃഖുക, സലീമിന് വളരെ ദുഃഖമുണ്ടായി. ചോദ്യം 1, സലീം ക്യോം ദുഃഖി ഹെ, സലീം എന്തുകൊണ്ടാണ് ദുഃഖിതനായത്? എന്താണ് കാരണം? അനിൽ നഹിയായ, മൂന്നാമത് കിടക്കുന്ന ആൻസർ ആണ് അതിൽ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? ഈദ് കെ ദിൻ കി ഘട്നായും ബദാത്തെ ഹുയെ, ആ ഈദ് ദിവസത്തെ സംഭവങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് സലീം അനിൽ കോ പത്ര ഭേജ, അനിലിന് കത്തയച്ചു. ആ കത്ത് എങ്ങനെയാണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അടുത്ത ചോദ്യം. കത്തെഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് കത്തിന് അതിൻ്റെതായ ചില നിയമമുണ്ട്. ആ കത്ത് ആ പ്രൊഫോമയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അതിന് മുകളിൽ സ്ഥലം വേണം, തീയതി വേണം, അതുപോലെ അയക്കുന്ന ആൾ എന്താണ് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ അഡ്രസ്സ് വേണം. പിന്നെ അതുപോലെ അതിൽ നമ്മൾ അവരെ ഒരു അഭിസംബോധന വേണം, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അഭിസംബോധന വേണം, നല്ലൊരു നിർത്ത് വേണം. പിന്നീട് ആരാണോ അയക്കുന്നത് എന്നുള്ള അയാളുടെ പേര് വേണം. അതുപോലെ തന്നെ നമ്മുടെ കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് ബോഡി ഓഫ് ദി ലെറ്റർ എന്ന് പറയും. അതിനെ 3 പാർട്ടായിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ എഴുതാറുള്ളത്. ആദ്യം ഒരു ഇൻട്രഡക്ഷൻ, അവർക്ക് ചില അന്വേഷണമാണ് അവരെക്കുറിച്ച്. എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ 2ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നു, മാറ്ററായിട്ട് എഴുതുന്നു. 3ാമത്തെ പാരഗ്രാഫിൽ നമ്മളൊരു ഉപസംഹാരമായി കൺക്ലൂഷനായി നമ്മൾ എഴുതും. അപ്പൊ അതിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. കത്ത് മറുപടി അയക്കണമെന്നൊക്കെ പറയാം. ഞാനൊരു മോഡൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കത്തെഴുതുകയും ചെയ്യണം. അടുത്തത് 5ാമത്തെ പാർട്ടാണ് ഗതിവിധി 5. അവിടെ ഒരു പാസേജ് തന്നിരിക്കുന്നു. അത് നമ്മൾ വായിക്കുക, പാഠഭാഗത്തുള്ളതാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് അതിന് നമ്മൾ എഴുതണം. നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. വിശ്വനാഥ് കാ ഉപദേശ സുൻകർ
വിക്രം കോ അപ്നി ഗൽത്തി മാലൂം ഹുയി. എന്താണ്? വിശ്വനാഥന്റെ ഉപദേശം കേട്ടപ്പോഴാണ് വിക്രമന് തന്റെ തെറ്റ് മനസ്സിലായത്. ബഹ് അപ്നെ ഘർ കി ഓർ നിക്കല. അവൻ തന്റെ വീട്ടിലേക്ക് പോയി. രാസ്തേ മേ ഉസി കിസാൻ സേ മില. അവൻ വഴിയിൽ വെച്ച് ആ കർഷകനെ കണ്ടു. വേ ബാത്തേം കർണിലേക്ക്. അവർ കാര്യം പറയാൻ തുടങ്ങി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ് വിക്രം ഓർ കിസാൻ കെ ബീച്ച് ക വാർത്താലാപ് തയ്യാറാക്കുക. അപ്പം ഒരു സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പാഠഭാഗത്തു നിന്നുള്ള കാര്യം വെച്ച് നമ്മൾ സംഭാഷണം തയ്യാറാക്കണം. ഒരു സംഭാഷണം തയ്യാറാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. നമ്മൾ രണ്ടുപേരും തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ അതിൽ നമുക്കൊരു അഭിസംബോധന ആകാം. ആളിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ നമസ്തേ, നമസ്കാർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യാം. അവര് പിരിയുന്ന സമയത്ത് നമുക്ക് നല്ല ഒടുക്കം, നല്ല രീതിയിൽ അവർക്ക് ശുക്രിയ അല്ലെങ്കിൽ ധന്യവാദ് പറഞ്ഞ് നമുക്ക് പിരിയാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടക്കവും ഒടുക്കവും നന്നായിരിക്കണം. അതുപോലെ തന്നെ ആശയ അവതരണത്തിന് ഒരു ക്രമം ഉണ്ടായിരിക്കണം. ക്രമമായ ആശയ അവതരണമായിരിക്കും ഉണ്ടാകേണ്ടത്. സന്ദർഭം മനസ്സിലാക്കി അതിന്റെ തുടക്കവും ഒടുക്കവും എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് നല്ല രീതിയിൽ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം എന്താണ്? വിക്രം കോ കിസിനെ ഉപദേശിച്ച. ആരാണ് വിക്രമന് ഉപദേശം കൊടുത്തത്? വിശ്വനാഥ്. അപ്പൊ അവിടെ ചോദ്യം അതിനകത്തുണ്ട്. ആ ചോയ്സ് അനുസരിച്ച് എഴുതണം. അടുത്തത് ഗതിവിധി ചെഹാണ്, ആറാമത്തെ പാർട്ട്. അപ്പൊ അതിനകത്ത് അത് പൂർണ്ണമായും നമ്മൾ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് പറയുന്ന പാസേജ് നമ്മൾ വായിച്ചു നോക്കുക. രാഹുൽ കി മാം ഏക് സൽ പഹലെ മർ ഗയി. രാഹുലിന്റെ അമ്മ ഒരു വർഷം മുന്നേ മരിച്ചുപോയി. ഏക് ദിൻ പാപ്പ രാഹുൽ കോ ഏക് സമാരോഹമേ ലേഗയെ. ഒരു ദിവസം അവന്റെ അച്ഛൻ ഒരു സമ്മേളനത്തിൽ രാഹുലിനെ കൊണ്ടുപോയി. വഹാം ഏക് യുവക് മഞ്ച് പ്രായ. അവിടെ ഒരു യുവാവ് സ്റ്റേജിലേക്ക് കടന്നു വന്നു. പാപ്പാക്കോ ഇഷാര കർത്തേ ഹുവേ കർക്കെ യുവകിനെ കഹ. പപ്പയെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്റ്റേജിൽ കയറി യുവാവ് പറഞ്ഞു, മൈ അന്ധാഥ, ഞാൻ അന്ധനായിരുന്നു. എനിക്ക് പ്യാരി ബീബിക്ക് ആങ്കോമിനെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുകളാണ് മേരെ ജീവൻ കോ രോഷ്നീതി, എന്റെ കണ്ണുകൾക്ക് പ്രകാശം തന്നിരുന്നത്. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. എന്റെ കണ്ണുകൾക്ക് കാഴ്ച തന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അതായത് രാഹുലിന്റെ അമ്മയാണ്. ഇവിടെ കുശീസെ യുവകി ആംഖേം ചമക്ക് ഉടിയും, സന്തോഷം കൊണ്ട് ആ യുവാവിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഉൻ ആംഖോമേം അപ്പിനി മാം കി പ്യാർ ഭരി ചമക്ക് രാഹുലിനെ ദീക്കി. ആ കണ്ണുകളിലൂടെ രാഹുൽ കണ്ടത് എന്താണ്? തന്റെ അമ്മയുടെ സ്നേഹം നിറഞ്ഞ തിളക്കമാണ്. തന്റെ അമ്മയുടെ കണ്ണുകളാണല്ലോ അത് കണ്ടത്. അപ്പൊ ഇങ്ങനെ ഈ പാസേജ് നമ്മൾ നന്നായിട്ട് കഴിയുന്നിടത്തോളം അർത്ഥമൊക്കെ മനസ്സിലാക്കി പലതവണ വായിക്കുക. എന്നിട്ട് നമുക്ക് താഴോട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പാപ്പ രാഹുൽ കോ കഹാം ലേഗയെ, എവിടെയാണ് കൊണ്ടുപോയത്? സമാരോഹമേ. രണ്ടാമത്തെ ചോദ്യമോ മയും അന്ധാഥ കിസിനെ കഹ, ആരാണ് പറഞ്ഞത് ഞാൻ അന്ധനാണെന്ന്? യുവകനെ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇസ് ഘടനാക്ക സന്ദേശ് ക്യാ ഹെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഘടനയുടെ ഈ സംഭവത്തിന്റെ സന്ദേശം എന്താണ്? ഇതിൽ നമ്മൾ കണ്ടത് അമ്മയുടെ കണ്ണു കൊടുത്തതാണ്. അപ്പോ നേത്രദാന് മഹാദാൻ, അതാണ്, ആ സന്ദേശമാണ് നമുക്ക് ഈ പാസേജിലൂടെ കിട്ടുന്നത്. അത് രണ്ടാമത്തെ ഖ എന്ന് പറയുന്ന ചോയ്സ് ആണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഖണ്ഡ് മേ പ്യാരി കിസ് ശബ്ദ കാ വിശേഷണം ഹെ. പ്യാരി എന്ന് പറയുന്നത് ഏത് നാമത്തിന്റെ വിശേഷണമാണ്? വിശേഷം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്, നാമവിശേഷണം. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം. ഇവിടെ ഒരു നാമം എന്ന് പറയുന്നത് ആരാണ്? ബീബി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അതിൽ അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഖണ്ഡ് കാ പ്രകാശിക സമാനാർത്ഥി ശബ്ദ്, ആ പ്രകാശം എന്നുള്ളതിന് തുല്യമായ അർത്ഥം ഏതാണ്? രോഷിനി. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് ആ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അക്ഷരത്തെറ്റുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകളോ എന്തെങ്കിലും തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പേപ്പർ കൊടുക്കാവൂ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ആൻസർ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. എന്തായാലും ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാവരും എന്തെങ്കിലും അവരവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.